കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥയിലും ഇത്രയും പേർക്ക് കൂടി വന്ന ദൈവത്തെ ആരാധിപ്പാനും ദൈവദിനത്തിനു മുമ്പാകെ ഇരിപ്പാനും ദൈവം സഹായിച്ചോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യും. Even in the midst of this unfavorable weather, God has been gracious and good to us to gather in His presence this morning, and I thank and glorify God for that opportunity. ചെറുപ്പത്തിൽ സാധാരണഗതിയിൽ കുട്ടികൾക്ക് തങ്ങളുടെ പാരൻസിനേക്കാൾ കൂടുതലായിട്ട് തങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ്. At the younger age, kids tend to be a bit more affectionate towards their grandparents than their parents. ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ ഗ്രാൻഡ് മദറിനോട് ഒരു പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. At my younger age, I used to have a sense of attachment towards my grandmother. So grandmother പോകുന്നിടത്തെല്ലാം ഞാനും പോകും. I used to accompany my grandmother wherever she used to go. Grandmotherന്റെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. I used to sleep beside my grandmother. ആ സമയത്ത് ഗ്രാൻഡ്മദർ എന്നോട് പറയും ബൈബിളൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറയും. My grandmother used to encourage me to read and meditate from the Word of God. അപ്പോൾ ഞാൻ എപ്പോഴും വായിക്കുന്നത് ഫസ്റ്റ് സാമുവൽ, സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് കിങ്, സെക്കൻഡ് കിങ് തുടങ്ങിയ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് എപ്പോഴും വായിക്കാറ്. I used to focus my attention to 1 Samuel, 2 Samuel, 1 Kings, 2 Kings, and I used to meditate more on the kings of Israel. ഇസ്രായേൽ രാജാക്കന്മാരിൽ ദാവീദിന്റെ ചരിത്രം വായിക്കാനായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. I was very fond of the history and the historical aspects of King David. ഗ്രാൻഡ്മദർ പറയുമ്പോൾ ദാവീദിന്റെ ചരിത്രം മാത്രം വായിക്കാതെ മറ്റു രാജാക്കന്മാരെ കുറിച്ചും പറയുവാനായിട്ട് എന്നോട് പറയുമായിരുന്നു. My grandmother used to say not just focusing on King David but also focusing on other kings within the scripture as well. എന്നാൽ യുദ്ധവീരനായ ദാവീദിനെ കുറിച്ച് വായിക്കാനായിരുന്നു എപ്പോഴും എനിക്ക് താല്പര്യം. But I was very affectionate and very fond of reading about King David, who is a warrior and who was efficient in the battlefield. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കുന്നതും ഫെലിസ്ത്യരെയും അമ്മോന്യരെയും ഒക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന കാര്യം വായിക്കുമ്പോൾ ഇന്ന് കുട്ടികൾക്ക് വീഡിയോ ഗെയിം കളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അന്ന് എനിക്ക് കിട്ടുമായിരുന്നു. When I used to read about David and his accomplishments in the context of conquering Philistines, Ammonites, and defeating Goliath, I used to have that same sense of feeling like a young kid enjoying his video games. ഈ വീഡിയോ ഗെയിംസ് കളിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഈ വാർ ഗെയിംസ് ആണ് കൂടുതൽ താല്പര്യം. Kids who tend to play video games, they tend to like or have a sense of attachment towards battle games. അതിനൊക്കെ എതിരാളിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു ആവേശം നമ്മളിൽ ഉണ്ടാകുന്നത്. They tend to have a sense of passion toward defeating an enemy in the context of battle games. ദാവീദിന്റെ ചരിത്രമൊക്കെ വായിച്ചു കിടക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചില സ്വപ്നങ്ങളൊക്കെ കാണും. After reading about David from the scripture, I tend to dream in my younger age. ഈ ഫെലിസ്ത്യരോട് ദാവീദിനോടൊപ്പം ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നതൊക്കെ ആയിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണും. I tend to dream about about King David, and I used to sort of thinking about myself fighting against the Philistines using a sword. ഞാനിങ്ങനെ വാളുകൊണ്ട് എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തി മുന്നേറുമ്പോൾ ഇടയ്ക്ക് ഗ്രാൻഡ്മദറിന്റെ ഒരു നിലവിളി കേൾക്കാം, അയ്യോ എന്നൊരു നിലവിളി. When I used to be beside my grandmother, sleeping beside her, in my dreams, I tend to imagine myself as a King David and tend to use my battling skills against my grandmother, and she tend to say ayo. ഞാൻ യുദ്ധം ചെയ്തപ്പോൾ കിട്ടുന്ന അടിയും ഇടിയും ഒക്കെ കിട്ടുന്ന ഗ്രാൻഡ്മദറിനായിരുന്നു. Even though I was dreaming, most of the physical aspects were focused on my grandmother. She tended to get all the beatings. അന്ന് മുതൽ ഗ്രാൻഡ്മദർ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മാറിക്കിടക്കുമായിരുന്നു. So after I have gone into a deep sleep, my grandmother used to depart from me and sleep somewhere else. പിന്നീട് ഗ്രാൻഡ്മദർ എനിക്ക് പറഞ്ഞു തന്നു, നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് പിശാചിനോടാണ്, അത് വചനമെന്ന വാളെടുത്താണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നു. Then my grandmother reminded me that our battle is not against flesh and blood, but with the evil powers, and you use the sword of the Spirit, which is the Word of God. അന്ന് മുതൽ ഞാൻ പിശാചുക്കളെ സ്വപ്നം കാണാനായിട്ട് തുടങ്ങി. Then I started dreaming about evil powers.
ഈ പിശാചുക്കളെ ബൈബിൾ എടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ചില കാഴ്ചകൾ പിന്നെ കാണുവാനായിട്ട് തുടങ്ങി. Then I started dreaming about fighting against these evil powers using the Word of God, using the Bible. പിശാചുക്കൾ അടുത്ത് വരുമ്പോൾ ഞാൻ പേടിച്ചു ഓടുകയൊന്നുമില്ല. ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ വീശുമ്പോൾ ഈ പിശാചുക്കൾ ഐസ് പോലെ ഇങ്ങനെ ഉരുകി പോകുന്ന എനിക്ക് കാണാനായിട്ട് സാധിക്കും. I tend to, when the evil powers in my dream come near me, I tend to sway the Bible against them, and I do not run away from it. But the context in which what I saw the dream was the melting away of the evil powers. നമ്മൾ ദൈവവചനം ധ്യാനിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്വപ്നങ്ങൾ കാണുവാനായിട്ട് കഴിയും. When we tend to meditate on the Word of God before we sleep, we tend to dream something like this. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. ഇതേപോലെ തന്നെ അത് ഞാനത് എൻ്റെ സുഹൃത്തുക്കളോട്, അത് മാത്രമല്ല എൻ്റെ ചില സഹോദരന്മാരോടും ഞാനത് ഷെയർ ചെയ്യുന്നു. A few months back, I had a very similar dream and experience, and I shared that with many of my friends and saints within this assembly. അപ്പോൾ ഞാനിങ്ങനെ നാട്ടിലായിരുന്നപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. When I was in Kerala, I was sitting in front of a shop. പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും ഉണ്ടായി. Quick lightning and thunder occurred. ഞാൻ പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കി. I looked up into the sky. ആകാശത്ത് നോക്കിയപ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ ഇങ്ങനെ വരുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. I saw Christ appearing on the clouds. കർത്താവിൻ്റെ ഒരു തേജസ്സേറിയ ഒരു രൂപം. ഇപ്പം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, ട്രൂ ഇമേജ് ഓഫ് ട്രൂ ഗോഡ്, അതായത് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യാവസ്ഥയിലേക്ക് കർത്താവ് വന്ന ഒരവസ്ഥ കണ്ടു. അത് ഞാൻ ശരിക്കും ആകാശത്തിൽ ഇങ്ങനെ രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്കായിട്ട് വിരിച്ച് ആകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാനായിട്ട് കഴിയും. I saw the Son of Man appearing in a glorious image, as we read this morning. He is the invisible image of visible God. ഞാൻ ഈ സ്വപ്നം ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു 10-25 പേർ കൂടി വരുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട്. അത് എല്ലാ ദിവസവും നടക്കുന്നു. I coordinate a prayer group within my work on a daily basis. ഒരു 10 മിനിറ്റൊക്കെ എനിക്ക് ചില തോട്ട്സുകളൊക്കെ അവിടെ പറയാനായിട്ട് എനിക്ക് അവസരം കിട്ടാറുണ്ട്. God has given me the opportunity to share from the Word of God in that prayer meeting. ഞാൻ ഈ സ്വപ്നം അവരോട് പറഞ്ഞപ്പോൾ പലർക്കും അത് വളരെ ഒരു ആവേശം അവരിലുണ്ടാക്കി. When I shared this same dream with my fellow co-workers, they were amazed at it. മാത്രമല്ല ചില പുതുതായിട്ട് ചിലരൊക്കെ കടന്നു വരികയും കർത്താവ് എത്രയും പെട്ടെന്ന് വരും എന്ന് അവരിൽ ചിലരൊക്കെ എന്നോട് അഭിപ്രായപ്പെടുകയും ചെയ്തു. And they were quite astonished, and they tend to believe, and they have that firm belief now that God, our Lord and Savior Jesus Christ, is going to soon appear. അവരിൽ പലരും എന്നോട് ചോദിച്ചു, കർത്താവ് എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ, അതിന്റെ പല വിശദീകരണങ്ങളൊക്കെ പിന്നീട് ചോദിക്കുന്നു. They tend to ask me, did Lord talk to you? Does He talk to you about anything? തീർച്ചയായിട്ടും അവരുടെ ഒരു ആവേശം അത് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ ഇന്നത് നിങ്ങളോട് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് എത്രയും പെട്ടെന്ന് വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. Because of that experience and the astonishment and amazement among my co-workers, and I also and we truly believe that our Lord and Savior Jesus Christ is a soon coming Lord. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. Let me come to my message. ചെറുപ്പത്തിലെ എൻ്റെ ഹീറോ ആയിരുന്ന ദാവീദാണ് ഇന്ന് എൻ്റെ വിഷയം. My message for today, or the topic for today, is my biblical hero, King David. ദാവീദ് അറിയപ്പെടുന്നത് ഇടയൻ. David is tend to be known as a shepherd, യോദ്ധാവ്, a warrior, സംഗീതജ്ഞൻ, psalmist, വിശ്വസ്ത സുഹൃത്ത്, faithful friend, സാമ്രാജ്യ സ്ഥാപകൻ, the one who establishes kingdom, പാപി, sinner, വിശുദ്ധൻ, saint, മാതൃകാ രാജാവ്, a role model of the kings, ക്രിസ്തുവിന്റെ നിഴൽ, a shadow of Christ. എന്നീ നിലകളിൽ പ്രകാശിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. He tend to magnify himself and be depicted in the Bible in these contexts. പഴയ നിയമത്തിൽ ഏകദേശം 800 പ്രാവശ്യവും, In the Old Testament about 800 times, പുതിയ നിയമത്തിൽ 58 പ്രാവശ്യവും ദാവീദിനെ കുറിച്ച് പരാമർശമുണ്ട്. in the New Testament about 58 times has been mentioned about David. ഇശായിയുടെ ഇളയ മകനും, ഇശായിയുടെ ഇളയ മകൻ, Jesse's eldest, younger son. Okay. younger son. Younger son. ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവുമാണ് ദാവീദ്. Israel's second king. ദാവീദ് എന്ന പേരിന് പ്രിയൻ എന്നാണ് അർത്ഥം. The name of David means beloved. പേരിന്റെ അർത്ഥം പോലെ വേണം ജീവിക്കാൻ. As the name means, you gotta
portray your life as well. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പേര് സുശീല എന്നാണ്. A person who works with me, her name is Sushila. സുശീല എന്ന് പറഞ്ഞാൽ നല്ല ശീലമുള്ളവൾ എന്നാണ് അർത്ഥം. Sushila means a person who has a good behavior. പക്ഷേ ഈ സ്ത്രീയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല, ശീലം അത്ര നല്ല ശീലമൊന്നുമല്ല. But her character is not that good. തീർച്ചയായിട്ടും ആ പേരിന്റെ അർത്ഥത്തിനനുസരിച്ച് വേണം ജീവിക്കാനായിട്ട്. You got to live your life according to the character and the meaning of your name. ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം പ്രിയൻ എന്നാണ്. ദൈവത്തിന് പ്രിയനായിട്ട് തന്നെയാണ് ദാവീദ് ജീവിച്ചത്. The name of David means beloved, and that name, he walked the meaning of that name. വലിയവനായ ദൈവത്തിന് പ്രിയരായിട്ടുള്ള ചിലരെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. The Bible talks about few people who are called the beloved. ആദ്യമായിട്ട് പറയുന്നത് Deuteronomy chapter 33 verse 12-ലാണ്. 33:12. Deuteronomy 33:12. Please turn your Bibles to Deuteronomy 33:12 about a person who is called the beloved. അവിടെ പറയുന്ന ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത് അവൻ യഹോവയ്ക്ക് പ്രിയൻ എന്നവിടെ നാം വായിക്കുന്നുണ്ട്. What was mentioned about Benjamin in Deuteronomy chapter 33 verse 12. Of Benjamin he said the beloved of the Lord. ബെന്യാമിൻ യഹോവയ്ക്ക് പ്രിയനായിരുന്നു. Benjamin was beloved of the Lord. അടുത്തതായിട്ട് വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് Daniel chapter 9 verse 23. Daniel chapter 9:23 talks about another character with that same context of the name beloved. അവിടെ വായിക്കുന്നത് നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാതനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. Daniel chapter 9 verses 23. At the beginning of your pleas for mercy, a word went out, and I have come to tell it to you, for you are greatly loved. അവിടെ ദാനിയേലിനെ കുറിച്ച് പറയുന്നത് നീ ഏറ്റവും പ്രിയൻ എന്നാണ് അവിടെ വായിക്കുന്നത്. About Daniel it is mentioned he is greatly loved. ആ ഏറ്റവും ദൈവത്തിന് പ്രിയനായ ഡാനിയേലിന് ദൈവദൂതനായ ഗബ്രിയേൽ ദൈവകൽപ്പന പ്രകാരം അവനെ കാണുവാനായിട്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കാണുവാൻ കഴിയും. Based on Daniel's plea and the appearance of Gabriel, and the message of God is mentioning him as the greatly loved of the Lord. അടുത്തതായിട്ട് John chapter 11 verse 3 ൽ മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. John chapter 3 verses 11. 11:3. Chapter 11 verses 3. Sorry. അവിടെ നാം വായിക്കുന്ന ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. Therefore sisters sent unto him, saying, Lord, behold, he whom thou lovest is sick. ലാസർ കർത്താവിന് പ്രിയനായിരുന്നു. This is about Lazarus. അടുത്ത Romans chapter 1:3 ൽ മറ്റൊരു ചിലരെ കുറിച്ച് പറയുന്നുണ്ട്. Romans chapter 1 verse 3. 1 verse 3. അവിടെ റോമിലെ വിശ്വാസികൾ ദൈവത്തിന് പ്രിയരാണ് എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. The believers of Rome were also mentioned as beloved. അടുത്തതായിട്ട് Philippians chapter 4 verse 1. Philippians chapter 4 verses 1. അവിടെ ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിന് പ്രിയരായിരുന്നു എന്ന് നാം വായിക്കുന്നു. We also mentioned in Philippians chapter 4 verse 11, the saints of Philippi were greatly loved by Paul. അതാണ് Colossians chapter 4 verse 9 അവിടെ വിശ്വസ്തനും പ്രിയനുമായ ഒനേസിമോസിനെ കുറിച്ച് നാം വായിക്കുന്നു. In Colossians chapter 4 verses 9 it talks about Onesimus as a faithful and beloved brother. ഒനേസിമോസ് ദൈവത്തിന് പ്രിയമുള്ളവനായി. A beloved brother of the Lord. ദാവീദും യഹോവയ്ക്ക് പ്രിയനായി. In that same context, David was also depicted as a beloved of the Lord. ദൈവത്തിനും സഭയ്ക്കും ദൈവദാസന്മാർക്കും പ്രിയരായി വേണം നാം ഓരോരുത്തരും ജീവിക്കാനായി. We got to also live our life as a beloved brother to our family, to our church, and to many others in the community. അടുത്തതായിട്ട് ദാവീദിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദാവീദ് യഹോവയുടെ ദാസൻ ആയിരുന്നു. In another context, David is also depicted as the servant of the Lord. ഒരു രാജാവിന് ഒരു ദാസനായിരിക്കാൻ കഴിയും. How can a king be a servant? നമുക്ക് 2 Samuel chapter 7:5 ഒന്ന് വായിക്കാം. 2 Samuel chapter 7:5. In 2 Samuel chapter 7 verse 5, it talks about, Go and tell my servant David, that says the Lord, would you build me a house to dwell in? അവിടെ എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക എന്നാണ് നമ്മുടെ വായിക്കുന്നത്. So in this context, David is depicted or called as the servant.
ദാവീദ് യഹോവയ്ക്ക് പ്രിയൻ മാത്രമല്ല, യഹോവയുടെ ദാസനുമായിരുന്നു. He's not just beloved of the Lord, but he is also the servant of the Lord. മറ്റെന്തിനേക്കാളും ഏറെ ശ്രേഷ്ഠതയുള്ള പദവിയാണ് യഹോവയുടെ ദാസൻ എന്നുള്ളത്. Apart from any jobs, any circumstances, it is a privilege to be called the servant of the Lord. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് എന്ന പദവിയേക്കാൾ യഹോവയുടെ ദാസൻ എന്ന പേര് അവൻ സ്വീകരിച്ചത്. Yeah. The reason why he accepted, apart from being a king, the kingmanship, he accepted the word servant of the Lord. എന്നാൽ ഇസ്രായേലിൽ ആദ്യത്തെ രാജാവായ ശൗലിനെ ഒരിക്കലും ദൈവം എൻ്റെ ദാസനായ ശൗൽ എന്ന് വിളിച്ചിട്ടില്ല. Yeah, in the context of Israel's first king, King Saul, he was never depicted as the servant. ലോകപ്രകാരം നോക്കിയാൽ ശൗലിന് പല യോഗ്യതകളും ഉണ്ടായിരുന്നു. From a worldly perspective, Saul met many of the qualifications. എന്നാൽ അധികാരക്കൊതി മൂലം അവനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം അവനെ നീക്കി. Because of his greediness in power, he was removed from that authority. ലോകപ്രകാരം നോക്കിയാൽ ശൗല് വളരെ സൗന്ദര്യവാനായിരുന്നു, നല്ല പൊക്കമുള്ളവനായിരുന്നു. അവനെക്കുറിച്ച് പലതും നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല അവൻ ധനികനായിരുന്നു. എന്നാൽ അവനൊരിക്കലും ദൈവത്തിന്റെ ദാസനായിരിക്കാൻ കഴിഞ്ഞില്ല. From a worldly perspective, King Saul is depicted as one with, physically stout and handsome and also wealthy, but he was never depicted as the servant of the Lord in the Bible. പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട ഹോമയാഗം ശമൂവേൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് അവൻ തുടക്കത്തിൽ ചെയ്ത് ദൈവത്തോട് അവൻ അനുസരണക്കേടുകയാണ്. He disobeyed the Lord by performing the sacrifices even before the priest Samuel came. അവന്റെ രാജസ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ അവൻ പലപ്പോഴും ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ചു. In order for not to lose his kingmanship or the authority, he tried many times to kill David. അവൻ വളരെയധികം അസൂയുള്ളവനായിരുന്നു. He was quite jealous. നമുക്കറിയാം ദാവീദ് ഗോലിയാത്തിനെ വധിച്ചതിന് ശേഷം അവിടെ ഇസ്രായേൽ കന്യകമാര് ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആർത്തു വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. After defeating Goliath, there was a praise sung about David. Saul killed thousands, but David kills tens of thousands. ഇത് ശൗലിന് ദാവീദിൽ അസൂയ ജനിപ്പിച്ചു. This was the beginning in which the jealousy began against David by Saul. കാരണം ഈ ആട്ടിടയനായവൻ ഒരു രാജാവിനേക്കാൾ വലിയവനാണ് എന്ന് അവന് തോന്നി. How can a shepherd boy be greater than a king? അവൻ അസൂയ മൂത്ത് പലപ്പോഴും ദാവീദിനെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ചു. Because of that jealousy in him, he attempted to kill David on multiple occasions. അവൻ അസൂയുള്ളവനായിരുന്നു ശൗല്. So King Saul was jealous. പലപ്പോഴും അവൻ ഈ പദവിയെ, ഈ രാജപദവിയെ അവൻ വലുതായിട്ട് കണ്ടു. എപ്പോഴും King Saul tended to magnify the authority, and he really enjoyed that king aspect of his authority. പലപ്പോഴും നമ്മളും എല്ലാ പദവികളും അധികാരങ്ങളും എനിക്ക് തന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടിക്കും സഭയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനില്ല, എല്ലാം എന്നിലേക്ക് വരണം, അല്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഇവിടുന്ന് പോകും, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ആത്മീയമല്ല. We tend to have that same kind of mindset, that if you are going to do something for the Lord with the mindset of being placed in an authority and then I will do something for the Lord, it is not fitting for a believer. നമ്മളെപ്പോഴും യഹോവയുടെ ദാസന്മാരായിരിക്കണം. Let us be a servant of the Lord. ദാസൻ എന്നും താഴ്മയുള്ളവനായിരിക്കും. A servant depicts or portrays humility. ദാസൻ എപ്പോഴും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായിരിക്കും. A servant is eagerness to serve others. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരുന്നെങ്കിലും അവൻ ദൈവത്തിന്റെ ദാസനും താഴ്മയുള്ളവനും ആയിരുന്നു. Even though David was a king, he was a servant of the Lord, and he portrayed humility in his life. തീർച്ചയായിട്ടും ദാവീദ് നമുക്ക് വലിയൊരു മാതൃകയാണ്. Certainly David is a role model for us. നമുക്ക് ജെനീസസ് ചാപ്റ്റർ 26 വേഴ്സ് 24 ഒന്ന് വായിക്കാം. ജെനീസസ് ചാപ്റ്റർ 26 വേഴ്സ് 24. Genesis chapter 26 verse 24. And the Lord appeared to him the same night and said, I am the God of Abraham your father. Fear not, for I am with you and will bless you and multiply your offspring for my servant Abraham's sake. അവിടെ ദൈവം ഇസ്ഹാക്കിനോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചു. This is a message to Isaac, and in the context of Abraham being addressed as a servant. ഇവിടെ ദൈവത്തിന്റെ ദാസനായ മറ്റൊരാളെ കാണാൻ കഴിയാതെ മറ്റാരുമല്ല, അബ്രാഹാം. There's another character in the Bible portraying servant as Abraham. അബ്രാഹാം ദൈവത്തിന്റെ ദാസനായിരുന്നതുകൊണ്ട്
അവർ കൊടുത്തിരിക്കുന്ന അനുഗ്രഹം എൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അവൻ അരുളി ചെയ്തു. Since Abraham was a servant of the Lord, his blessing was to multiply his offsprings. അബ്രഹാം ദൈവത്തിന്റെ ദാസനായിരുന്നു. Abraham was a true servant of the Lord. അടുത്തായിട്ട് ഐസയ ചാപ്റ്റർ 44 വേഴ്സ് 1 അവിടെ മറ്റൊരു ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. In Isaiah chapter 44 verses 1, it talks about another servant of the Lord. അവിടെ വായിക്കുന്നത് എൻ്റെ ദാസനായ യാക്കോബേ എന്ന് അവിടെ വായിക്കുന്നുണ്ട്. But now here, O Jacob, my servant Israel, whom I have chosen. യാക്കോബ് ദൈവത്തിന്റെ ദാസനായിരുന്നു. Jacob was a servant of the Lord. അടുത്ത ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 1 അവിടെ മറ്റൊരു ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. In Joshua chapter 1 verses 1, we talk about another servant. അവിടെ യഹോവയുടെ ദാസനായ മോശ എന്ന് നാം വായിക്കുന്നുണ്ട്. We talk about Moses as the servant of the Lord. മോശ ദൈവത്തിന്റെ ദാസനായിരുന്നു. Moses was the servant of the Lord. അടുത്ത നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 24 അവിടെ കാലേബ് ദൈവത്തിന്റെ ദാസനായിരുന്നു വായിക്കുന്നുണ്ട്. In Numbers chapter 14 verse 24, there's another character in the Bible. Caleb was the servant of the Lord. കാലേബ് ദൈവത്തിന്റെ ദാസനായിരുന്നു. Caleb was a servant of the Lord. അടുത്ത സെക്കൻഡ് കിങ് ചാപ്റ്റർ 10 വേഴ്സ് 10 അവിടെ മറ്റൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്ന് വായിക്കുന്നുണ്ട്. In 2 Kings chapter 10 verses 10, we talk about another servant who is Elijah. ഏലിയാവ് യഹോവയുടെ ദാസനായിരുന്നു. Elijah was a servant of the Lord. അടുത്തതായിട്ട് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 8 അവിടെ മറ്റൊരാളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. In Job chapter 1 verses 8, we also talk about another servant of the Lord. അവിടെ യഹോവ സാത്താനോട് എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നു. In this context, the Lord is asking Satan about his servant Job. ഇയ്യോബ് ദൈവത്തിന്റെ ദാസനായിരുന്നു. Job was a servant of the Lord. ഐസയ ചാപ്റ്റർ 20 വേഴ്സ് 3 അവിടെ എൻ്റെ ദാസനായ യെശയ്യാവ് എന്ന് വായിക്കുന്നുണ്ട്. Isaiah chapter 20 verses 3 also depicts or portrays Isaiah as a servant of the Lord. യെശയ്യാവ് ദൈവത്തിന്റെ ദാസനായിരുന്നു. Isaiah was also a servant of the Lord. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ When we come to the New Testament, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 2 in Romans chapter 1 verses 2, അവിടെ പൗലോസ് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് നാം വായിക്കുന്നു. Paul was also characterized as the servant of Christ Jesus. പൗലോസ് യേശുക്രിസ്തുവിന്റെ ദാസനായിരുന്നു. Paul was a servant of Christ Jesus. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 1 In James chapter 1 verses 1, ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് എന്ന് നാം വായിക്കുന്നു. here is also James, also characterized as a servant of God. ജെയിംസും യാക്കോബും ദൈവത്തിന്റെ ദാസനായിരുന്നു. James and Jude were the servant of God. അതിലെ സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1 യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് എന്ന് വായിക്കുന്നുണ്ട്. In 2 Peter chapter 2 verses 1 also characterized Simon Peter as a servant and apostle of Jesus Christ. ശിമോൻ പത്രോസും യേശുക്രിസ്തുവിന്റെ ദാസനായിരുന്നു. Simon Peter was also a servant of the Lord. ജൂഡ് ചാപ്റ്റർ 1 ഇതുപോലെ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദയെ കുറിച്ച് നാം വായിക്കുന്നു. We also talk about Jude as a servant of the Lord. റെവലേഷൻ ചാപ്റ്റർ 1 എൻ്റെ ദാസനായ യോഹന്നാൻ എന്ന് നാം വായിക്കുന്നു. In Revelation chapter 1 we talk about John as a servant of the Lord. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദാസന്മാരുടെ പട്ടികയാണ് നാം വായിച്ചത്. We've just gone through a multitude of characters who were characterized as the servant of the Lord. ദാവീദും യഹോവയുടെ ദാസനായിരുന്നു. In that same way, David was also the servant of the Lord. ധാരാളം ക്രിസ്തീയ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള ടി.കെ. സമൂഹൽ സാർ ഇപ്രകാരം പാടിയിട്ടുണ്ട്. A lot of hymns written by brother T.K. Samuel portrays നാശലോകവാസമോ പ്രയാസ ഹേതുകം നിൻ ദാസനായിരിപ്പതോ സന്തോഷദായകം. ഇതാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതൊരു അദ്ദേഹം എഴുതിയ ഒരു പാട്ടിന്റെ 2 വരികളാണ്. നാശലോകവാസമോ പ്രയാസ ഹേതുകം നിൻ ദാസനായിരിപ്പതോ സന്തോഷദായകം എന്നാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. I'll try my best to translate that. So in order for you to be glad in the presence of the Lord,
you better be a servant of the Lord. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ വാസം എന്ന് പറയുന്നത് വളരെ നാശകരമായ ലോകത്തിലെ വാസം, അതായത് താമസം വളരെ പ്രയാസമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. The world in which we live is so evil that it is quite difficult to live in this world. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നത് സന്തോഷം പകരുന്നതാണ് എന്നാണ് ഈ ഗാനത്തിൽ കൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. But what brings me gladness, what brings me happiness, what brings me joy is to be a servant of the Lord. ദാസന്മാരുടെ ദോഷമല്ലാത്ത അപേക്ഷകളെല്ലാം യജമാനൻ കേൾക്കും. അതായത് ദാസന്മാരുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കും. Okay. Lord hears the prayers of the servant of the Lord. യഹോവയുടെ ദാസൻ എന്ന വിഷയം വളരെ ഹൃദയസ്പർശമായിട്ടുള്ളതാണ്. The servant of the Lord is a really heart-touching message. രക്ഷിക്കപ്പെട്ട നാമം ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. One who have been saved by the precious blood of the Lord and Savior Jesus Christ are all brothers and sisters are the servants of the Lord. അതുകൊണ്ട് Psalms 190 verse 135 സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ധൈര്യത്തോടെ പറയാം, ഞാൻ നിന്റെ ദാസൻ ആകുന്നു. As it is said in Psalm 119 verses 135, make your face shine upon your servant and teach me your statutes. So let us be like the psalmist to say that we belong to you, Lord, we are the servant of the Lord. Psalms 116 verse 16 ദാവീദ് തന്നെ പറയുന്നുണ്ട് തന്റെ സങ്കീർത്തനത്തിൽ, യഹോവേ ഞാൻ നിന്റെ ദാസൻ ആകുന്നു എന്ന് വന്ന് വായിക്കുന്നു. In Psalm 116 verses 16, David himself is saying, Lord, I am your servant, I am your servant. അതുകൊണ്ട് ദാവീദും യഹോവയുടെ ദാസൻ തന്നെ. Hence, David is also the servant of the Lord. ഇനി അടുത്തതായിട്ട് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന, പോർക്കളത്തിൽ നിൽക്കുന്ന ദാവീദ് എന്നുള്ളതാണ്. I want to depict David in the context of one who is standing in the battlefield. യഹോവയ്ക്ക് പ്രിയനാണെങ്കിലും യഹോവയുടെ ദാസനായിരുന്നെങ്കിലും പോർക്കള അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ യുദ്ധ പരിചയം, യുദ്ധത്തിൻ്റെതായ അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. Even though he was called the beloved, even though he was the servant of the Lord, he also had experiences in the battlefield. ദാവീദ് വളരെ ചെറുപ്പത്തിലേ തൻ്റെ പോരാട്ടം ആരംഭിച്ചു. At the very young age, he started his battle fare. ആട്ടിടയനായിരുന്നപ്പോൾ ആടുകളെ ആക്രമിക്കാൻ വന്ന കരടിയെയും സിംഹത്തെയും കൊന്നുകൊണ്ടാണ് തൻ്റെ പോരാട്ട ജീവിതം ആരംഭിക്കുന്നത്. He began his warfare at a very young age, dealing with bear and a lion as he was a shepherd boy. പിന്നീട് ഫെലിസ്ത്യർ, അമ്മോന്യർ, മോവാബ്യർ തുടങ്ങിയ പ്രജാതിക്കാരെയൊക്കെ ദാവീദ് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. Then he started facing Philistines, Ammonites, and Moabites. നാം ദാവീദിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഒരു യുദ്ധത്തിൽ പോലും ദാവീദ് തോറ്റിട്ടില്ല. If we were to check the history, David never lost any battle. ഇന്നും ഇസ്രായേലിന്റെ ഹീറോ എന്ന് പറയുന്നത് കിങ് ഡേവിഡാണ്. Even today, for Israel, the real hero is King David as a king. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സന്ദർശിക്കാൻ എനിക്ക് ഇടയായി. ആ സമയത്ത് ഈ ദാവീദിന്റെ ശവകുടീരം സന്ദർശിക്കാനായിട്ട് കഴിഞ്ഞു. A few years back, I had the opportunity to visit Israel, and I had the privilege to go and visit the graveyard of the burial site of King David. ദാവീദിന്റെ കിങ്ഡത്തിന്റെ ആ ഒരു മാപ്പ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അന്ന് ദാവീദ് സ്ഥാപിച്ച ആ സാമ്രാജ്യത്തിന്റെ മാപ്പ് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. So at the burial ground, there was a map that really shows the kingdom that was established by King David. ഇന്നും ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദാവീദ് സ്ഥാപിച്ച ആ സാമ്രാജ്യം സ്ഥാപിക്കാനാണ് ഇന്ന് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. In the modern day Israel, they are trying to capture in the context of what King David has accomplished as the territory of Kingdom of Israel. 24 മണിക്കൂറും ഇസ്രായേൽ റബ്ബിമാർ ഇതിനെ ഈ ശവകുടീരത്തിന് ചുറ്റും ഇരുന്ന് ന്യായപ്രമാണം വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. We can see a picture of the rabbis praying and reading from the Torah 24 hours at the site of this burial ground of King David. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വളരെയധികം ആവേശമാണ്. They're quite excited when they talk about King David. കാരണം ദാവീദ്
ഒരു യുദ്ധവീരനായിരുന്നു. David was a warrior. തീർച്ചയായിട്ടും വിശ്വാസ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. A believer's life is like a battlefield. നമുക്ക് എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12 ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 12. Please turn with me to Ephesians chapter 6 verses 12. അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. So we do not wrestle against flesh and blood, but against the rulers, against the authorities, against the cosmic powers over this present darkness, against the spiritual forces of evil in the heavenly places. ദാവീദ് ഫെലിസ്ത്യരോടും മോവാബ്യരോടും മറ്റു പ്രജാതിക്കാരോടുമാണ് യുദ്ധം ചെയ്തതെങ്കിൽ നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് പിശാചിനോടും അവന്റെ ദൂതന്മാരോടുമാണ്. When David was fighting against the Ammonites and Moabites in the external regions, our real warfare is against the darkness and the evil spirits in the heavenly realms. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ പോരാട്ടം നമ്മുടെ ആളുകളോട് തന്നെയാണ്. Unfortunately, today's world, our warfare is among ourselves. തീർച്ചയായിട്ടും ദൈവജനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പിശാചിനോടും അവന്റെ വാഴ്ചകളോടുമാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. The scripture says very clearly, our battle is not against flesh and blood, but the evil powers in the heavenly places, not among each other. In Philippians chapter 1 verse 27 അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. Philippians chapter 10 verses 27. Philippians chapter 1 verse 27 അവിടെ നമ്മുടെ പോരാട്ടത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. Philippians chapter 1 verse 27 gives what is the objective of our warfare. മുഴുവൻ വായിക്കുന്നില്ല. അവിടെ പോരാടേണ്ടത് വിശ്വാസത്തിനായി പോരാടണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. We should battle for the faith. നമ്മുടെ പോരാട്ടത്തിന്റെ ലക്ഷ്യം എന്നൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. Our battle is towards the faith. നമ്മളെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുവാൻ സാത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. Satan's job is to deviate you from the faith in God. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. And we are working against that. നമുക്ക് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 2 ഒന്ന് വായിക്കാം. 1 Thessalonians chapter 2 verses 2. അവിടെ വായിക്കുന്നത്, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. But though we had already suffered and been shamefully treated at Philippi, as you know, we had boldness in God, in our God, to declare to you the gospel of God in the midst of much conflict. വലിയ പോരാട്ടത്തോടെയാണ് ഓരോ തെസ്സലോനിക്കയിൽ വചനം പ്രസംഗിച്ചത്. Even in the midst of such conflict, such boldness in God, he preached the gospel. നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ശക്തമായ പോരാട്ടം ഉണ്ടാകും. When we decide to work for the Lord and serve him, there will be a lot of conflict against us. യുദ്ധകളത്തിലെ ദാവീദിന്റെ എതിരാളികൾ അതിശക്തന്മാരായി. In the battlefield, the enemies of David were quite powerful. നമുക്കറിയാം ദാവീദിന്റെ ആദ്യത്തെ എതിരാളി ഗത്തിനായ ഗോലിയാത്ത് എന്ന മല്ലനായിരുന്നു. We know who was his first enemy, the giant Goliath. ദാവീദിനെ ഒരൊറ്റ കൈകൊണ്ട് തൂക്കിയെറിയുവാൻ തക്ക ശാരീരിക മികവ് ഗോലിയാത്തിനുണ്ടായിരുന്നു. Goliath was so powerful that he could just literally throw David with his one hand. എന്നാൽ യഹോവയുടെ ദാസനായ ദാവീദ് വലിയവനായ യഹോവയിൽ നിന്ന് ആർജിച്ചെടുത്ത അമിത ബലവുമായി കേവലം ഒരു കവിണയും കല്ലുമായി ഗോലിയാത്തിനെ നേരിട്ടു. David, empowered by the Lord, in the power of the Lord, he was able to defeat that giant Goliath with a slingshot. യഹോവയിൽ നിന്ന് ആർജിച്ചെടുത്ത അമിത ബലവുമായിട്ടാണ് അവൻ ഗോലിയാത്തിനെ എതിരിടാനായിട്ട് പോയത്. He got empowered by the great power of God. ശക്തനായ വൈരിയെ നേരിടാൻ ഇരട്ടി ശക്തി ആർജിക്കണം. To meet an enemy who is powerful, you need to be even more powerful. നമുക്ക് Ephesians chapter 6 verse 10 ഒന്ന് വായിക്കാം. Ephesians chapter 6 verse 10. അവിടെ എന്താണ് വായിക്കുന്നത്?
ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. So finally be strong in the Lord and in the strength of his might. ഇവിടെ കർത്താവിന്റെ ബലത്തിൽ നിന്നല്ല പറഞ്ഞിരിക്കുന്നത്, അമിത ബലം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. In the power of his might, or in the strength of his might. ഈ അമിത ബലം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗോലിയാത്തുമാരെ നേരിടാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. Only with the power or the strength of his might we can face giants like Goliath. പിശാച് അതിശക്തനാണ്. Satan is very powerful. പിശാചിനെതിരിടണമെങ്കിൽ കർത്താവിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അമിത ബലം നമ്മളിൽ ഉണ്ടായിരിക്കും. In order to face that adversary, we need to be empowered and gain that power of the Lord's might to face that adversary. മറ്റൊരു വാക്യം വായിക്കാം. 2 Corinthians chapter 12 verse 9. Please turn with me to 2 Corinthians chapter 12 verse 9. അതിന്റെ അവസാന ഭാഗം മാത്രം അവിടെ പറയുന്നത്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. Therefore I will gladly boast in my weakness, so that the power of Christ may rest upon me. അവിടെ അപ്പോസ്തലൻ പറയാണ്, ഞാൻ ബലഹീനനാണ്. Paul is saying, I am weak. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ ബലഹീനതയിൽ പ്രശംസിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Since I am weak, I am boldly boasting in my weakness, so that the power of Christ may rest upon me. പൗലോസ് കർത്താവിൽ നിന്ന് ശക്തി സംഭരിച്ചിരുന്നു. He is getting that source of power from the Lord. പൗലോസിന് ശക്തി നൽകിയത് ക്രിസ്തു യേശുവാണ്. What gave Paul the strength and the might is Lord Jesus Christ. ആ ശക്തിയുടെ അളവ് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. We cannot gauge the power that he received. അമിത ബലം എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The power of his might. ക്രിസ്തുവിൽ നിന്ന് ആർജിച്ചെടുത്ത അമിത ബലമാണ് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ളത്. Likewise, we also need that power of his might from the Lord Jesus Christ to face the adversary. ഈ അമിത ബലത്തെ ജയിപ്പാൻ പിശാചിന് കഴിയുകയില്ല. Satan cannot overpower the power of the might from the Lord and Savior Jesus Christ. ഇനി യുദ്ധത്തിലെ വിജയത്തിന് ഉറച്ച വിശ്വാസവും ആവശ്യമാണ്. Another component for you to be victorious is a firm faith. ഇവിടെ 1 Samuel chapter 17:37 ദാവീദ് പറയുന്ന ഒരു കാര്യമാണ്. Please turn with me to 1 Samuel chapter 17 verses 37. അവിടെ ഗോലിയാത്തിന് മുന്നിൽ ദാവീദ് നിൽക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ വായിക്കുന്നത്, ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. As he was standing in front of that giant Goliath, this is the statement that David made. The Lord who delivered me from the paw of the lion and from the paw of the bear will deliver me from the hand of this Philistine. യഹോവയിലുള്ള ഈ ഉറച്ച വിശ്വാസമാണ് യുദ്ധത്തിൽ അവനെ വിജയശ്രീലാളിതനാക്കിയത്. What made him really victorious was his firm faith in God. ഒരു യുദ്ധം പോലും ദാവീദ് തോറ്റിട്ടില്ല. Hence he has not lost any battles. ഇസ്രായേലിലെ മറ്റ് രാജാക്കന്മാർ പല യുദ്ധങ്ങളിലും തോറ്റിട്ടുണ്ട്. Many other kings lost battles. നമ്മൾ ഹീബ്രു ചാപ്റ്റർ 11:32 പറഞ്ഞിട്ടുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ദാവീദും ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. In Hebrews chapter 11 verse 32 it talks about multiple characters who were warriors of faith. തീർച്ചയായിട്ടും കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ പോരാട്ട ജീവിതത്തിന് ആവശ്യമാണ്. In order for us to be victorious, we need to have an unshaken faith in Lord and Savior Jesus Christ for us to be victorious against the enemy. അടുത്തായിട്ട് ദാവീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദാവീദ് ദയയും മനസ്സലിവും ഉള്ളവനായിരുന്നു. Also David had a side of compassion and kindness. 2 Samuel chapter 9 verse 1 വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. Please turn with us to 2 Samuel chapter 9 verses 1. അവിടെ വായിക്കുമ്പോൾ ദാവീദ് എത്രമാത്രം ദയയും മനസ്സലിവുള്ളവനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ ദാവീദിന്റെ ദയയുടെയും മനസ്സലിവിന്റെയും ഉദാഹരണമാണ് മെഫീബോശെത്ത്. The example of David's kindness and compassion is the character of Mephibosheth. മെഫീബോശെത്തിനോട് അവൻ കരുണ കാണിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. We can see in this chapter him demonstrating his kindness and compassion towards Mephibosheth. ദാവീദ് ക്രിസ്തുവിന്റെ നിഴലാണ്. David was truly a shadow of Christ.
ക്രിസ്തുവിലും ഈ കരുണയും ദയയും എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Yes, we can see the same kindness and compassion in our Lord and Savior Jesus Christ. ഇവിടെ മാത്യു ചാപ്റ്റർ 15:32 അവിടെ നമുക്ക് കാണാൻ കർത്താവിനോടനുബന്ധിച്ച ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷന്മാർ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു, അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല എന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. In Matthew chapter 15 verses 32, in the context of Jesus feeding the 4,000, he is showing compassion on the crowd who was not fed for 3 days, who has been with him, and demonstrating his compassion towards them. നമ്മുടെ കർത്താവ് മനസ്സലിവും ദയയും ഉള്ളവനായിരുന്നു. Our Lord is a Lord of mercy and compassion and kindness. കർത്താവിന്റെ ഈ സ്വഭാവം നമ്മളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. Let that character of Christ be in us as well. Colossians chapter 3 verse 12 അവിടെ നിന്ന് വായിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ എന്നാണ് അവിടെ വായിക്കുന്നത്. In Colossians chapter 3 verses 12 it says, put on then as God's chosen ones, holy and beloved, compassionate hearts, kindness, humility, meekness and patience, bearing with one another, and if one has a complaint against each other, forgiving each other as the Lord has forgiven. ക്രിസ്തുവിലുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടായിരിക്കും. Let that good qualities and characteristics of Christ radiate through us as well. ദാവീദ് ദയയും കരുണയും ഉള്ളവനായിരുന്നു. David was full of kindness and compassion. അടുത്തായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് വീണുപോയ ഒരു ദാവീദിനെ കുറിച്ചാണ്. Now we're going to look at a David who fell or fallen David. 2 Samuel chapter 11 വായിക്കുമ്പോൾ ദാവീദിന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. If you return to your attention to 2 chapter Samuel chapter 11, it talks about a fallen David. അവിടെ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് തന്റെ സൈന്യാധിപനായ യോവാബിനെയും സൈന്യത്തിനെയും അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. To fight against the Ammonites, David is sending his Joab and not him going to the battlefield. എന്നാൽ ദാവീദ് യുദ്ധത്തിന് പോയില്ല. David did not go to the battlefield. ദാവീദ് അങ്ങനെയുള്ള ഒരു ദിവസം തന്റെ കൊട്ടാരത്തിന് മുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. As he was roaming one afternoon, not going to the battlefield, he saw a beautiful woman taking a bath. അത് തന്റെ പടയാളിയായ ഊരിയാവിന്റെ ഭാര്യയായിരുന്നു. That was the wife of Uriah, one of the soldiers. ദാവീദ് ഒരു കാര്യം ചെയ്തു. ദാവീദ് തന്റെ സൈന്യാധിപനായ യോവാബിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഈ ഊരിയാവിനെ യുദ്ധം കഠിനമായിരിക്കുന്ന പ്രദേശത്ത് ആ സ്ഥലത്ത് ഏറ്റവും മുന്നിൽ നിർത്തുവാനായിട്ട് കണ്ടു. So David called Joab and asked to place Uriah at the battle front where the battle is the fiercest. അങ്ങനെ പറയാൻ കാരണം ഈ ഊരിയാവ് യുദ്ധത്തിൽ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമായി. The intention of David was for Uriah to be killed. രാജകൽപ്പന പ്രകാരം യോവാബ് ഈ പടയാളിയെ യുദ്ധം കഠിനമായിരിക്കുന്ന പ്രദേശത്ത് ഏറ്റവും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. So Joab placed Uriah at the front of the battlefield. അങ്ങനെ ഊരിയാവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. And subsequently Uriah died. ഊരിയാവിനെ ദാവീദ് ഇങ്ങനെ ചതിച്ച് കൊന്നു. So David deceitfully placed Uriah and was responsible for his death. കൊന്നു എന്ന് മാത്രമല്ല, അവന്റെ ഭാര്യയെ ദാവീദ് സ്വന്തമാക്കുകയും ചെയ്തു. Not just killing Uriah, but also made his wife, Uriah's wife, to be his wife. ഈ ദാവീദിന്റെ വീഴ്ച നമുക്കൊരു പാഠമാണ്. This is an example of a fallen David even for us. വിജയിച്ച ദാവീദിന് ഒരു വീഴ്ച സംഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയും. A victorious David also fallen. വിജയത്തിലും ഉയർച്ചയിലും ഒരിക്കലും നിഗളിച്ചു പോകരുത്. Do not boast in your victory and in your goodness. ഇവിടെ യുദ്ധരംഗത്ത് മുന്നിൽ നിൽക്കേണ്ട ദാവീദ് അവിടെ പോകാതെ യെരുശലേമിൽ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. Instead of going into the battlefield, he decided to stay in his palace. ദാവീദ് ആ പോരാട്ടത്തിൽ നിന്ന് ഒന്ന് പിന്മാറി. He withdrew himself from that battlefield. Psalms chapter 25 verse 15 ദാവീദ് തന്നെ പറയുന്നുണ്ട് ഒരു കാര്യം.
In Psalm chapter 25 verses 25:50 ഇവിടെ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു. Psalm 25 verses 15, my eyes are ever toward the Lord. അപ്പോൾ സങ്കീർത്തനത്തിൽ തന്നെ ദാവീദ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിങ്കലേക്കാകുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. David is saying, my eyes are ever toward the Lord. എന്നാൽ ഇവിടെ ആ നോട്ടം യഹോവയിൽ നിന്ന് മാറി ഈ സ്ത്രീയിലേക്കായിപ്പോയി. But in the context of 2 Samuel chapter 11, his eyes deviated from the Lord and his eye was toward the beautiful woman. അതിവിടെ ദാവീദ് ലംഘിച്ചു, നോട്ടം തെറ്റി. His vision was disturbed. അതുപോലെ Psalms 101:3 ദാവീദ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. Psalms 101:3 അവിടെ വായിക്കുന്നത്, ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല എന്നാണ് പറയുന്നത്. വായിച്ചത്. In Psalm 101 verse 3, I will not set before my eyes anything that is worthless. I hate the work of those who fall away. It shall not cling to me. ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കുകയില്ല എന്ന് പറഞ്ഞ ദാവീദ് തന്നെ അത് ലംഘിക്കുകയാണെന്ന് പറയും. David, who said no wicked thing before my eyes, is actually making an error in this context. അത് തീർച്ചയായിട്ടും യഹോവയിൽ നിന്നുള്ള നോട്ടം തെറ്റി, നോട്ടം മറ്റൊന്നിലേക്ക് മാറിയപ്പോൾ അവൻ പാപം ചെയ്തു. When your vision turns from the Lord towards other things, then sin is crouching at your door. തീർച്ചയായിട്ടും നമ്മുടെ നോട്ടം യഹോവയിൽ നിന്ന് തെറ്റി മറ്റെന്തെങ്കിലേക്കും ആയിക്കഴിഞ്ഞാൽ എത്ര വലിയ വിശുദ്ധനാണെങ്കിലും ദാസനാണെങ്കിലും പ്രിയനാണെങ്കിലും അവർ തെറ്റിപ്പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. When your vision turns from the Lord and deviates to other aspects, even though you're a beloved, even though you are a servant, you may fall into the trap and deviate from the path of the Lord. നമുക്കറിയാം, ആത്മീയ ഗോളത്തിലൊക്കെ വളരെ ശോഭിച്ച് എന്ന ചില ദൈവദാസന്മാർ അവരുടെ നോട്ടം തെറ്റിയതിന്റെ ഫലമായിട്ട് വലിയ വീഴ്ച സംഭവിച്ചായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. We know many who were flourishing in the spiritual field, when their vision got disturbed, when their eyes got deviated from the Lord, we have witnessed their fallen state. ഇത് തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും വലിയൊരു പാഠമാണ്. This is a great example for us and a great study for our own life. തീർച്ചയായിട്ടും ദാവീദ് ന്യായപ്രമാണപ്രകാരം കൊല്ലപ്പെടേണ്ടതാണ്. As per the scripture, as per the judgment, he should be dead. എന്നാൽ ദൈവം എന്നേക്കുമായി ദാവീദിനെ തള്ളിക്കളഞ്ഞില്ല. But the Lord did not forsake David. തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. The one who confessed his sin, the Lord has forgiven. പിന്നെയും ദൈവം അവനെ ഉപയോഗിച്ചു. The Lord used him mightily. നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയയുമുള്ളവരാണ്. Our God is a gracious God and a merciful God. ദാവീദിനെ പറ്റിയ വീഴ്ച നമുക്കൊരു പാഠമായിരിക്കും. Let the fallen David be an example to us as well. ദാവീദ് യഹോവയ്ക്ക് പ്രിയനായിരുന്നു, ദാസനായിരുന്നു, വിശ്വാസ വീരനായിരുന്നു. ഇതൊക്കെയുമാണെങ്കിലും അവൻ്റെ നോട്ടം തെറ്റി, അവൻ പാപം ചെയ്തു എന്നുള്ള കാര്യം നാം മറക്കരുത്. Even though David was characterized as the beloved, the faithful one, the servant of the Lord, he also was fallen and committed sin. എന്നാൽ നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. Our God is a gracious God and a compassionate God and a merciful God. ആകയാൽ ദാവീദിൽ കാണുന്ന നല്ല ഈ മാതൃകകൾ നമുക്ക് പിൻപറ്റി ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let us take on and put on the good qualities and characteristics of David and move forward. And I conclude my message here, and all glory to God. Beloved Heavenly Father, we thank you and praise you for who you are and what you have done for us and why we are here this morning, Lord. Thank you so much for reminding us from the life of David, who he was and what you have done for him, and how he served you faithfully. And Lord, through your beloved brother, Brother Baba Jacob, you have reminded us that many titles belong to David. He was the beloved one, he was a servant, he was a victorious warrior. Yet, Lord, when his eyes deviated from you, Lord, he committed sin. Lord, help us to be an example of you in the days to come, because when he confessed his sin
And when he looked forward to you, you had compassion on him, you had kindness towards him, because you are a gracious, merciful God, slow to anger, Lord. And that's what happened in our life too, Lord. And we were reminded from the beginning this morning, you being the brightness of God's glory, the express image of God's character, upholding all things by the word of his power, purged our sins, Lord. We are sinners. Lord, help us to walk the life bearing the name of you according to your path, so that we may exemplify your character in the days to come, to shine as a character that we belong to Christ and Christ alone. No other glory belongs to us, Lord. We boast in you and we boast in your power, because we admit that we are weak, and we boast in our weakness so that the power of God may rest upon us, Lord. As in the days we lead this difficult life, we fight the spiritual warfare with the power of your might that comes from you, Lord. Not in our might, not in our wisdom. Help us to be humble. Help us to maintain a humility. Help us to maintain a humility in the days to come, so that we may glorify you to the world, that we believe in a God, and the power that comes from us is from you alone, Lord. And thank you for reminding us this through the life of David. As he came back and returned to the Lord, he confessed his sin, and the Lord has accepted him. And forgive all our shortcomings, Lord. As we were reminded, help us to walk the life that we talk. And we also pray for those who are able to come here in your presence today, even though there was an unfavorable weather. When God is with us, nothing can be against it. When you are favorable, the unfavorable circumstances will become favorable to us, Lord. Thank you, Lord, for helping us. Thank you for enabling me to translate because of your grace. As we depart from here for the rest of the activities, be with us. We will also pray for all the activities that we plan, but it is not because of our might, but according to your will and in your grace, in your good time, Lord. Help us to shine as an example in the days to come. Thank you for listening to our prayer. We ask all these things in the name of the precious name of our Lord and Savior, Jesus Christ. Amen.